പെസഹ ദിനത്തിൽ കുഞ്ഞച്ചാമ്മ എന്ന വയോധികയെ തേടിയെത്തിയത് അവിശ്വസനീയമായ ഇരട്ടഭാഗ്യം. വേസ്റ്റ് കൊട്ടയിൽ കളഞ്ഞ കാരുണ്യ ലോട്ടറി ടിക്കറ്റിന് ഒന്നാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ചു. ഇതിനോടൊപ്പം എടുത്ത മറ്റൊരു ടിക്കറ്റിന് 5000 രൂപയുടെ പ്രോത്സാഹന സമ്മാനവും തലവടി സ്വദേശിനിയായ ഈ വീട്ടമ്മയ്ക്ക് സ്വന്തമായി. പെസഹ ദിനത്തിൽ കുഞ്ഞച്ചാമ്മയ്ക്ക് ഇരട്ട ഭാഗ്യമാണ് ലഭിച്ചത്. വേസ്റ്റ് കൊട്ടയിൽ കളഞ്ഞ കാരുണ്യ ലോട്ടറി ടിക്കറ്റിന് ഒന്നാം സമ്മാനമായി 1 കോടി രൂപ ലഭിക്കുകയായിരുന്നു. സമ്മാനാർഹമായ ടിക്കറ്റിനൊപ്പം എടുത്ത മറ്റൊരു ടിക്കറ്റിന് പ്രോത്സാഹന സമ്മാനമായി 5000 രൂപയും ലഭിച്ചു. കൊച്ചമനം ജംഗ്ഷന് സമീപം പെട്ടിക്കട നടത്തുന്ന തലവടി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ മംഗലത്ത് കുഞ്ഞച്ചാമ്മയ്ക്കാണ് ഇരട്ട ഭാഗ്യം ലഭിച്ചത്. കോതപ്പുഴശ്ശേരി ജോർജ് കുട്ടി എന്നയാൾ വിറ്റ കാരുണ്യ ഭാഗ്യക്കുറിയുടെ 2 ടിക്കറ്റ് കുഞ്ഞച്ചാമ്മ വാങ്ങിയിരുന്നു. വ്യാഴാഴ്ചത്തെ ഫലപ്രഖ്യാപനത്തിനു ശേഷം ടിക്കറ്റിന്റെ നമ്പർ കുഞ്ഞച്ചാമ്മ പരിശോധിച്ചെങ്കിലും 5000 രൂപയുടെ പ്രോത്സാഹന സമ്മാനം മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് കളഞ്ഞിരുന്നു. ഒന്നാം സമ്മാനം അടിച്ച വിവരം കുഞ്ഞച്ചാമ്മയുടെ സഹോദരൻ അറിയിച്ചതിനെ തുടർന്ന് രാത്രിയിൽ ഇരുവരും കടയിലെത്തി ലോട്ടറി ടിക്കറ്റ് തിരഞ്ഞു. വേസ്റ്റ് ബോക്സിൽ ടിക്കറ്റ് കണ്ടെത്തി. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ കൊച്ചമനം ജംഗ്ഷന് സമീപമാണ് ചെറുകിട കച്ചവടം കുഞ്ഞച്ചാമ്മ നടത്തുന്നത്. ഇതാണ് ഇവരുടെ ഉപജീവന മാർഗവും. പെസഹ ദിനത്തിൽ ഭാഗ്യദേവത കടാക്ഷിച്ചതോടെ ഇരട്ടി സന്തോഷത്തിലാണ് കുഞ്ഞച്ചാമ്മ. ഇതൊരു മിനിഞ്ഞാന്ന് സന്ധ്യയ്ക്ക് എടുത്തത് 3 കൊണ്ടുവന്നതാ. അത് 3 ഞാൻ എടുക്കാൻ ഒരിക്കലും പറഞ്ഞു വേണ്ട, 2 എടുത്ത് അടിച്ചില്ലേ എന്നെ, അയ്യോ അതുകൊണ്ട് ഈ തന്നേരെന്ന് പറഞ്ഞൊന്ന് മേടിച്ചോണ്ട് പോയതാ. ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു 5000. ഒരു 5000 ഒരു ഫസ്റ്റ് പ്രൈസ്. അപ്പൊ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ. എത്ര നാളായി ഈ കട നടക്കാതെ? 1900 ഇത് ഒത്തിരി വർഷമായതാ കടയാണ്. ഞാനിവിടെ വന്നിട്ട് 73 കയറുക. ജീവിത പ്രാരാബ്ദവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. അതിനൊരു മാറ്റമാകും. അതെ, ലോട്ടറി സമ്മാനം അടിച്ചില്ലെന്ന് പറഞ്ഞ് ചുരുട്ടിക്കളഞ്ഞതാ. എന്റെ സഹോദരൻ വന്ന് അത് തപ്പിയെടുത്ത് കിട്ടിയതാ. അതെങ്ങനെ സഹോദരന് മനസ്സിലായി? സഹോദരൻ ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലായി. 2980 അടിയുണ്ടെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ 2 ഉണ്ടല്ലോ, നീ കളഞ്ഞോ എന്നും പറഞ്ഞ് ഇവിടെ എല്ലാം തപ്പി എടുത്തതാ. എവിടാ കളഞ്ഞെന്നൊക്കെ ചോദിച്ചു. ഇതിനകത്തൊക്കെ അതിന്റെ അകത്തും തപ്പിയെടുത്തു. ആ ഷാപ്പിന്റെ അപ്പുറത്തൊക്കെ നോക്കി. അപ്പൊ ഇവിടെ എല്ലാം നോക്കി. നമ്മൾ ഈ ചുറ്റുപാടുമെല്ലാം നോക്കി വെച്ച് അന്നേരം വൈകിട്ട് ഇതെല്ലാം കുടഞ്ഞിട്ടേച്ച് എടുത്തു. CD നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.